കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കാര്യം, നിങ്ങൾ ഉപയോഗത്തിൽ കുറയ്ക്കണമെന്ന്. അത് കുറച്ചാൽ നമുക്ക് കണ്ടിന്യൂ ആയി പോകില്ല. അതിൽ രാഷ്ട്രീയം കണ്ടിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ പെടും തീർന്നു, എല്ലാം പോയി. ഒന്നാ ഓട്ടങ്ങളില്ല. ഇതും കൂടെ ആകുമ്പോൾ ജോലിയായി, നമ്മളെ കാര്യം കഷ്ടത്തിലാവും. കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഉപയോഗം കുറയ്ക്കുക. ആവശ്യമില്ലാതെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ ആദ്യകാലം തൊട്ട് ഭരിച്ചു വന്നവർ ഇവിടെ അതിനുള്ളൊരു സോഴ്സ് ഉണ്ടാക്കി വെക്കണമായിരുന്നു. നമസ്കാരം. അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ നിരക്ക് ഉയർന്നതിന് പിന്നാലെ പെട്രോളിനും ഡീസലിനും രാജ്യത്ത് വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഡീസലിനും പെട്രോളിനും 3 രൂപ വീതമാണ് നിലവിലിപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിലിപ്പോൾ ആ നിരക്ക് ഇന്ന് നിലവിൽ വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള പെട്രോൾ പമ്പിലാണ്. എന്തായാലും ഈ പെട്രോളിനും ഡീസലിനും സമാനമായ രീതിയിൽ വില കൂടുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ പെടുമോ എന്നുള്ള ചോദ്യമാണ്. ചേട്ടാ, പെട്രോളിനും ഡീസലിനും വില കൂടുകയാണ്. അതിന് ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കാര്യം, നിങ്ങൾ ഉപയോഗത്തിൽ കുറയ്ക്കണമെന്ന്. അത് കുറച്ചാൽ നമുക്ക് കണ്ടിന്യൂ ആയി പോകില്ല. അതിൽ രാഷ്ട്രീയം കണ്ടിട്ട് ഒരു കാര്യവുമില്ല. അതായത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ വില വീണ്ടും ഉപയോഗം ഇപ്പം ഇന്ദിരാഗാന്ധി ഭരണകാലത്ത് പറഞ്ഞു. അതിന് മുമ്പുള്ള ആൾക്കാരെല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഉപയോഗം കുറയ്ക്കുക. എന്തിനാണ് ഈ ഉപയോഗം കുറയ്ക്കുന്നു എന്നുള്ള കാര്യം ഇവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഉപയോഗം കുറയ്ക്കുക. ആവശ്യമില്ലാതെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ ആദ്യകാലം തൊട്ട് ഭരിച്ചു വന്നവർ ഇവിടെ അതിനുള്ളൊരു സോഴ്സ് ഉണ്ടാക്കി വെക്കണമായിരുന്നു. പെട്രോൾ അല്ലെങ്കിൽ ഡീസലിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഇവിടെ ആ ഒരു സംവിധാനവും ഇല്ല. എല്ലാം ഇറക്കുമതിയാണ്. ഇനി നാളെ തമിഴ്നാട് പച്ചക്കറി തരുമില്ലെന്ന് പറയുന്നത് നമ്മൾ എവിടെ പോകും? ആ ഒരവസ്ഥ തന്നെ വരുന്നത്. എന്തായാലും ചേട്ടൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്. അതായത് നമ്മളുടെ ചെലവ്, അതായത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ തോത് കുറയ്ക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു വില വർധനവ് എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. ഇവിടെ ഒരു ഓട്ടോ ചേട്ടനുണ്ട്. ചേട്ടാ, ഇന്നു മുതൽ പെട്രോൾ ഡീസൽ വില കൂടുകയാണ്. പിന്നെ പെടും തീർന്നു, എല്ലാം പോയി. ഒന്നാ ഓട്ടങ്ങളില്ല. ഇതും കൂടെ ആകുമ്പോൾ ജോലിയായി, നമ്മളെ കാര്യം കഷ്ടത്തിലാവും. എന്തായാലും ഇതാണ് പ്രതികരണം. ചേട്ടാ, ഇന്ന് പെട്രോളിനും ഡീസലിനും വില 3 രൂപ വീതം കൂടുകയാണ്. എന്ത് ചെയ്യാനാ? സാധനങ്ങൾക്ക് വില കൂടുകയാണ്. അതെ, തീർച്ചയായിട്ടും ജനങ്ങൾ പെടും. പെട്ടോണ്ടിരിക്കുമല്ലേ, ബാക്കിയുള്ള പണിക്കൂലിയൊന്നും കൂടുന്നില്ലല്ലോ. തിരുവനന്തപുരത്തെ വില പെട്രോളിന് 110.76 അതേസമയം ഡീസലിന് വില 99 രൂപ 26 പൈസയാണ്. ജനങ്ങളെ സംബന്ധിച്ച് വളരെ നിവൃത്തികെട്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം പെട്രോളിനും ഡീസലിനും സമാനമായ രീതിയിൽ 3 രൂപ വീതം കൂടുകയാണ്. ഇനി മറ്റ് സാധനങ്ങൾക്കും നിത്യോപയോഗ സാധനങ്ങൾക്ക് ഉൾപ്പെടെ വില ഇനി കൂടുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. പെട്രോളും ഡീസലും ഇല്ലാതെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഈ രാജ്യത്ത് തന്നെ ജീവിക്കുക എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. അതേസമയം കൊൽക്കത്തയിൽ പെട്രോൾ വില ലിറ്ററിന് 108 രൂപ 74 പൈസയാണ്. ഡീസലിന് 95 രൂപ 13 പൈസയായും ഉയർന്നിട്ടുണ്ട്. മുംബൈയിൽ പെട്രോൾ വില 3.14 രൂപ വർദ്ധിച്ചതോടെ 106.68 രൂപയിൽ എത്തിയിരിക്കുകയാണ്. അതേസമയം ഡീസലിന് 3 രൂപ 11 പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഈ വർധനയ്ക്ക് ശേഷം 93 രൂപ 14 പൈസയായി മുംബൈയിൽ വർദ്ധിച്ചിരിക്കുന്നു. ചെന്നൈയിലും കുത്തനെ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു ആശങ്കയാണ് നിലവിലിപ്പോൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാത്തിനും, അതായത് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഉൾപ്പെടെ വില വർധനയ്ക്കുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. ജനങ്ങളെ സംബന്ധിച്ച് ഏറെ ആശങ്കയാണ്. പ്രത്യേകിച്ച് ഓട്ടോ തൊഴിലാളികളെ സംബന്ധിച്ച്, സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് എല്ലാം തന്നെ ഏറെ ആശങ്ക ഉയർത്തുന്നതാണ്. ഇനി നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.